ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. ഇന്നാണ് ഫെബ്രുവരി 14, അതായത് പ്രണയദിനം, അതല്ലെങ്കിൽ വാലൻറ്റൈൻസ് ഡേ അല്ലേ. ഇന്ന് എല്ലാ ആളുകളും പ്രണയിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്കുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ. നമ്മുടെ വീട്ടിൽ അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് പണ്ടും ഉണ്ടായിരുന്നു പ്രണയങ്ങളും എല്ലാം. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒന്നും കൂടെ സ്മാർട്ടായി കാലമാണ്. അപ്പം ഇപ്പം എൻ്റെ മോൾക്ക് അവൾ ഈ പൊളിക്കുന്ന ഡയറി മിൽക്ക് സിൽക്കി അല്ലേ, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. കാരണം 2 ദിവസമായി അവൾ പറയണു അവൾക്ക് ആരുമില്ല, അവൾക്ക് ആരും ഗിഫ്റ്റ് തന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇപ്പം നമുക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു 5 രൂപയുടെ മിഠായി അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിഠായി വാങ്ങിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്ക്. അത് അവർ പറയാതെ നമ്മൾ അവർക്ക് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. ചില കുട്ടികൾ അത് പ്രകടിപ്പിക്കത്തില്ല, എന്നാലും അവരുടെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. അങ്ങനെ ചെയ്തു നോക്കുക. അതുപോലെ നമ്മൾ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക, അവർക്കത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ വലുതാക്കി കൊണ്ടുവരിക. അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും മോശം. ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ ചെറുപ്പം തൊട്ടേ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു പരിധി വരെ വലുതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഒരു ഡയറി മിൽക്ക് സിൽക്കി ഇതിന് 350 രൂപയാണ് ഇതിൻ്റെ വില. നമ്മൾ ആ വിലയേക്കാളും കൂടുതൽ ഞാനത് വാങ്ങിച്ച് അവൾക്ക് സർപ്രൈസ് ചെയ്തപ്പോൾ അവൾക്കുണ്ടായ ഒരു സന്തോഷമുണ്ട്. അതായത് അവൾക്കറിയാം അവളുടെ അച്ഛനും അമ്മയും വേറൊരു മൂന്നാമതൊരാൾ അവൾക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങളിത് ചെയ്യുമെന്ന് അവൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അപ്പോൾ എന്തും വന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ ഇടവാക്കി കൊടുക്കുക. നമ്മുടെ അടുത്ത് വന്ന് അവർക്ക് എന്തും പറയാനുള്ള, അതായത് അങ്ങനെ വളർത്തിയാലേ നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ നമ്മുടെ അടുത്തൊന്ന് ഓപ്പണായിട്ട് പറയുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ എന്താ പറയുക, കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം, ശാസിക്കണം, എല്ലാം ചെയ്യണം. എന്നാലും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ വലിയതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ചെറുത് കൊടുത്താൽ മതി. അവർക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ പോട്ടെ, ഒരു 10 മിനിറ്റ് അവർക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. കാരണം അവരെ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക, കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ കേൾക്കുക. കാരണം അവർ ആദ്യമൊന്നും നമ്മുടെ അടുത്ത് ഒന്നും പറയില്ല, പക്ഷെ നമ്മൾ വേണം അവരെ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ. ഓരോ കാര്യങ്ങളും നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ, കുത്തി 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 ചോദിക്കുകയെന്ന്. കുഞ്ഞുങ്ങളുടെ അടുത്ത് അവർ പറയാത്ത കുട്ടികളാണെങ്കിൽ പോലും ഒരു കുറേ പ്രാവശ്യം അത് ആവർത്തിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് ഇതെല്ലാം നമ്മുടെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ പറയുമ്പോൾ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മുടെ അടുത്തുണ്ടാകും. കാരണം കുട്ടികളെ നമ്മൾ അടച്ചിട്ടല്ല വളർത്തേണ്ടത്, ഫ്രീഡമായിട്ട് വളർത്തുക. പക്ഷേ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കാര്യം നമ്മളെ പേടി പാടില്ല, അതായത് എന്നാൽ റെസ്പെക്റ്റ് വേണം. അങ്ങനെ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പല അമ്മമാരും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരെ ഭയങ്കര കുറ്റമായിട്ട്, എന്നാൽ ഒരു 5 മിനിറ്റ് ആ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തിരക്കാൻ സമയമില്ല. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ